ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ ലൈൻ ഞാൻ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റമാണ്. അത് പെട്ടെന്ന് സ്കാൽപ്പിംഗ് പോലെ എടുക്കേണ്ടി വരും. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയെ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ക്യാൻഡിലിനെ ലോയെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ചെറിയൊരു റിട്രേസ്മെൻറ്റ് മേളിലേക്ക് കാണിച്ച് നമ്മുടെ ട്രേഡിൽ എൻട്രി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നലെ ഞാൻ ട്രേഡ് എടുത്തിരുന്നു. ഞാൻ മനഃപൂർവ്വം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണം ഓക്കെ ക്യാൻഡിലിൻ്റെ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. കാരണം നമുക്ക് എൻട്രി കിട്ടിയില്ല. കണ്ടിന്യൂസ് അപ്സൈഡ് മൊമെൻറ്റം ആയിരുന്നു ഇന്നലെ ഫുൾ ടൈം. എൻ്റെ ഒരു കൺവിക്ഷനും അപ്സൈഡ് തന്നെയായിരുന്നു, പക്ഷേ എൻട്രി കിട്ടിയില്ല. ഞാൻ പറ്റുവാണെങ്കിൽ ആ വീഡിയോയും കൂടെ കാണിക്കാം. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ട്രേഡേഴ്സ്, നമ്മുടെ എൻട്രി പോയിൻ്റ് അവിടെ ആയിട്ടുണ്ട്. ഓക്കെ ക്യാൻഡിലിൻ്റെ ലോയെ ബ്രേക്ക് ചെയ്തിട്ട് ചെറിയൊരു റിട്രേസ്മെൻറ്റ്. ഓക്കെ ക്യാൻഡിലിൻ്റെ ലോയെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. നമ്മുടെ ഓക്കെ ഒരു ചെറിയൊരു പോയിൻ്റ്, ഒരു 4 പോയിൻറ്റ്സിൻ്റെ ഓക്കെ ഫോൾ താഴോട്ട് ഫോൾ ആയിട്ട് ട്രേഡേഴ്സ്. ഞാൻ ട്രേഡ് എൻട്രി എടുത്തിട്ടില്ല. ഓക്കെ ചെറിയൊരു ട്രേസ്മെൻറ്റും കൂടെ വന്നതിന് ശേഷം ഓക്കെ 230 ഒരു 68 സംതിങ് വരുവാണെങ്കിൽ, 65 വരുവാണെങ്കിൽ ട്രേഡിൽ എൻട്രി എടുക്കാമായിരുന്നു. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 100 പോയിൻറ്റ്സ് ആണ്. ഇനി അവിടെ വന്നിട്ട് വല്ലതും തിരിച്ചു പോവുകയാണെങ്കിൽ കൂടി ഞാൻ ട്രേഡ് എടുക്കത്തില്ല. കാരണം പിന്നെ ട്രേഡ് എടുക്കുന്നതിൽ അർത്ഥമില്ല. ക്യാൻഡിലിൻ്റെ ലോയെ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ ട്രേഡ് എടുത്താൽ മതിയായിരുന്നു. ഇന്നലെയും സെയിം സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ ചെറിയൊരു റിട്രേസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു, പക്ഷേ കിട്ടിയില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എൻട്രിയെ തന്നില്ല മാർക്കറ്റ്. ഓക്കെ ക്യാൻഡിലിൻ്റെ റിജക്ഷൻ വരുന്നുണ്ട് ട്രേഡേഴ്സ്. റിജക്ഷൻ വന്ന് കുറച്ച് മേളിൽ കിട്ടുവാണെങ്കിൽ നമ്മുടെ ഇത് ഞാൻ വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഐഡിയ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രേഡിൽ എടുക്കാം. ഇല്ലെങ്കിൽ ഇന്നും ഇപ്പോൾ ട്രേഡ് അവോയ്ഡ് ചെയ്യേണ്ടി വരും. ഫോൾ എക്സാക്ട് നല്ല ഫോൾ കിട്ടി ട്രേഡേഴ്സ്. ഓക്കെ പൊസിഷനെ എടുക്കാൻ പറ്റില്ല. ഇന്നലെയും സെയിം സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ പറ്റുവാണെങ്കിൽ ഞാൻ ആ വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യാം. ഇന്നലെ അത് വെറുതെ ഒന്നുമില്ല, പ്ലെയിൻ വീഡിയോ. അത് പിന്നെ കാണിച്ചിട്ട് എന്തിനാണെന്ന് വിചാരിച്ചിട്ട് കണ്ടോ CPRനെയും കൂടെ ബ്രേക്ക് ചെയ്തൊക്കെ. ഓക്കെ ട്രേഡേഴ്സ്, നമ്മളുടെ ടാർഗറ്റ് ലെവൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം വേറെ വല്ല ട്രേഡും എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അപ്പ് സൈഡ് ട്രേഡ് എടുക്കാനുള്ള ഒരു ഇതും കാണുന്നില്ല. നോക്കട്ടെ, ഏതായാലും ഞാൻ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്. ഇന്നലെയും ഇതേപോലത്തെ സെയിം സിറ്റുവേഷൻ ആയിരുന്നു. മാർക്കറ്റ് നിങ്ങൾ ഇന്നലെ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, മാർക്കറ്റ് കണ്ടിന്യൂസ്ലി 5 മിനിറ്റ്സിൻ്റെയൊക്കെ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഗ്രീൻ ക്യാൻഡിലുണ്ടാക്കി മേളിലോട്ട് പോകുമായിരുന്നു. നമുക്ക് എൻട്രിയെ കിട്ടിയില്ല. ഞാൻ ജസ്റ്റ് ചെറിയൊരു റിട്രേസ്മെൻറ്റിന് വേണ്ടി മാത്രമാണ് ഇന്നലെ വെയിറ്റ് ചെയ്തത്. ഇന്നിപ്പോൾ കണ്ടോ, ഇന്നെനിക്ക് തോന്നുന്നൊരു 3 പോയിൻറ്റ്സോ 4 പോയിൻറ്റ്സോ മിറ്റായിരുന്നു ഞാൻ റിട്രേസ്മെൻറ്റ് നോക്കിയിരുന്നത്. കാരണം നമ്മളുടെ ഒരു ഏരിയ ഉണ്ടല്ലോ, ഒരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ. ആ ഡിസിപ്ലിനെ ബ്രേക്ക് ചെയ്ത് ഒരു 3 പോയിൻറ്റോ 4 പോയിൻ്റ് ആയാൽ കൂടി ഒരു ഡിസിപ്ലിൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഓക്കെ കുഴപ്പമില്ല. കാരണം നമ്മൾ പ്രൊട്ടക്റ്റിംഗ് അവർ ക്യാപിറ്റലാണ് ഏറ്റവും വലിയ കാര്യം. ട്രേഡ് കിട്ടുമോ ട്രേഡ് കിട്ടാതിരിക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. സോ ഏതായാലും ക്യാപിറ്റൽ പോവാതിരിക്കട്ടെ, അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇപ്പോൾ പ്രോഫിറ്റ് ഇന്നല്ലെങ്കിൽ നാളെ, മൺഡേ നമ്മൾ പ്രോഫിറ്റ് ആയിരുന്നു. ട്യൂസ്ഡേ ആണ് ഇന്നലെ നമുക്ക് ട്രേഡ് കിട്ടിയില്ല. ഇപ്പോൾ വെനസ്ഡേ ഇങ്ങനെയായി. ഓക്കെ നമുക്ക് ചിലപ്പോൾ ഇനിയിപ്പോൾ നാളെ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കാം, ലോസ് ആയിരിക്കാം. എന്തായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. സോ ഇപ്പോൾ ഇവിടുന്ന് റിജക്ഷൻ വരുന്നുണ്ട് ട്രേഡേഴ്സ്. ഏതായാലും നാളത്തെ വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ഇന്നലത്തെ വീഡിയോ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാം. ട്രേഡേഴ്സ്, മാർക്കറ്റ് ഓപ്പണായിട്ട് ഒരു കണ്ടിന്യൂസ് ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നത്. ഞാനേ ഇവിടെ ചെറിയൊരു റിട്രേസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഒരു ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ കഴിഞ്ഞാൽ ക്യാൻഡിലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്ത ഉടനെ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനേ ഇപ്പം സിസ്റ്ററിൻ്റെ ഫ്രണ്ടിലില്ലായിരുന്നു. ഞാനിപ്പം ജസ്റ്റ് വന്ന് നോക്കിയപ്പോഴത്തേക്കും കണ്ടിന്യൂസ് ഗ്രീൻ ക്യാൻഡിലാണ്. അപ്പോൾ ഇങ്ങനൊരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും റിട്രേസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. മാർക്കറ്റ് മേലിലോട്ട് പോയിക്കൊണ്ടിരിക്കും, ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി തരാതെ. മനസ്സിലായോ? ഇപ്പോൾ ഏതായാലും കണ്ടിന്യൂസ് ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ്. നമുക്ക് എങ്ങനെയാണ് റിയാക്ഷൻ നോക്കിയിട്ട് ചെയ്യേണ്ടി വരും. എൻ്റെ ഒരു വ്യൂ വന്നും അപ്സൈഡ് തന്നെയാണ്. മാർക്കറ്റ് ഒരു റാലി നടത്തില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ
ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. നമ്മളെടുക്കുന്ന പോലെ നമ്മൾ റാലിക്കൊന്നും വേണ്ടി വെയിറ്റ് ചെയ്യില്ല. നമ്മളെടുക്കുന്ന പോലെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. പക്ഷേ ആ ടാർഗറ്റ് അല്ലെങ്കിൽ ആ എൻട്രി എടുക്കുന്ന പോയിൻ്റ് കറക്റ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കിട്ടിയതിന് ശേഷമായിരിക്കും മാർക്കറ്റ് പിന്നെ മേലിലോട്ട് പോകുന്നു. കണ്ട, ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. കുറച്ച് താഴത്തോട്ട് കിട്ടിയാൽ വളരെ നല്ല കാര്യമായിരുന്നു. CPR-ൻ്റെ ഒരിതും കൂടി ഉണ്ട്. ഇവിടുന്ന് വേണമെങ്കിൽ ട്രേഡ് എടുക്കാവുന്നതാണ്. പക്ഷേ നമ്മളുടെ ഒരു വേ ഓഫ് ട്രേഡിങ് അല്ലല്ലോ. അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ലൈനിനെയും കൂടെ ഡ്രോ ചെയ്തിട്ട് ലൈനിൻ്റെ റിട്രേസ്മെൻറ്റിൽ മാത്രം ട്രേഡ് എടുക്കാം. കാരണം കണ്ടിന്യൂസ് ഗ്രീൻ ക്യാൻഡിലാണ്. ചിലപ്പം നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ആയിരിക്കും. കണ്ടോ, CPR-നെ R1 റെസിസ്റ്റൻസിനെയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഇവിടുന്ന് ഒരുപാട് പേര് എൻട്രി എടുക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് എനിക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് കണ്ടിന്യൂസ് ഗ്രീൻ ക്യാൻഡിൽ കണ്ടോ. CPR-നെ മാറ്റിയാൽ 1 ഹവറിനെ നോക്കിയാലും കണ്ടോ, 1 ഹവറും നല്ലൊരു ബ്രേക്ക് ഔട്ടാണ് 1 ഹവർ ചാർട്ടും തന്നിരിക്കുന്നത്. നമുക്ക് ഇന്ന് ട്രേഡിങ് അവോയ്ഡ് ചെയ്യാമെന്നാണ് തോന്നുന്നത് ട്രേഡേഴ്സ്. കാരണം ഇന്നൊരു റാലി ആണെങ്കിൽ നമ്മൾ ചിലപ്പം ഇടയ്ക്ക് ഈ ഒരു സ്പോട്ടിലൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, എനിക്ക് പണ്ടൊക്കെ പണി കിട്ടിയിട്ടുള്ള ഈ ഒരു സ്പോട്ടിലൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന സ്പോട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് അവിടെ നിന്നായിരിക്കും മാർക്കറ്റ് താഴത്തേക്ക് ഒരു റിട്രേസ്മെൻറ്റ് എടുക്കണമെന്ന് നമ്മൾ ഔട്ടാണ്. ഏതായാലും നോക്കിയിട്ട് ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്.